സുഭാഷിനെ കാണാത്തതുകൊണ്ട് എല്ലാവരും അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് അവനെ അന്വേഷിച്ചിട്ട് പോകുന്നുണ്ട്. പണി ചെയ്യുന്ന സ്ഥലത്തും പിന്നെ കടകളിലും ബസ് സ്റ്റോപ്പിലൊക്കെ പോയി അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചിട്ടും സുഭാഷിനെ കണ്ടു കിട്ടുന്നൊന്നുമില്ല. അങ്ങനെ വീട്ടിൽ വന്നതും നിധി പറയുന്നുണ്ട്, നമ്മൾ മാത്രം അന്വേഷിച്ചിട്ട് കാര്യമില്ല, സ്റ്റേഷനിലൊരു പരാതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോലീസ് അവിടെ എത്തിയതും ചോദിക്കുന്നുണ്ട്, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, വഴക്കുണ്ടായിട്ടുണ്ടോ, അതുകൊണ്ടാണോ വീട് വിട്ട് ഇറങ്ങിപ്പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജ്യോത്സ്യൻ്റെ കാര്യം ഉണ്ടായതും എല്ലാം അവർ പറയുന്നുണ്ട്. കല്യാണം ആലോചന വന്നിട്ടുണ്ടായിരുന്നു, കൂടെ ഒരു ജ്യോത്സ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജാതകം പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അത് ഏട്ടന് വല്ലാത്ത വിഷമം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുകയാണ്? ഓരോരുത്തർ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കുന്നതും ചെയ്യുന്നതും. അതിൻ്റെ പേരിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്നും അറിഞ്ഞിട്ടാണോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഏട്ടനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് പറയുന്നുണ്ട്. അത് കേട്ടതും സുധീഷിന് ആകെ വിഷമമാവുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, സുധീഷ് പുറത്തു പോയിരുന്നു, ഞാൻ പരാതി എഴുതി കൊടുക്കാം എന്ന് പറയുന്നു. അങ്ങനെ പരാതി എഴുതി കൊടുത്തിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും സുധീഷ് അവിടെ ഇരുന്ന് കരയുന്നത് കാണുന്നുണ്ട്. അത് കണ്ടതും നിധിക്ക് ആകെ വിഷമമാവുന്നുണ്ട്. അങ്ങനെ അടുത്ത് പോയിരുന്നിട്ട് നിധിയും കരയുന്നുണ്ട്. കരയേണ്ട സുധീഷ്, നമുക്ക് ഒന്നുകൂടി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയിട്ട് അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലെത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതും ഭാസ്കരൻ്റെ ഏട്ടനും അനിയത്തിയൊക്കെ വരുന്നുണ്ട്. അവരുടെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ സുഭാഷിനെ കാണാനില്ല എന്നുള്ള കാര്യം അറിഞ്ഞു, ഞങ്ങൾ അന്വേഷിക്കാൻ വന്നാണ്, എന്തായി, അവനെ കണ്ടു കിട്ടിയോ, എന്താണ് ഇങ്ങനെ പോകാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നത് ഭാസ്കറിന് അത്ര തീരെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ കാരണമാണ് എൻ്റെ മകൻ പോയത്, നിങ്ങളവനെ കൊന്നിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെടും ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് ഇനിയും തുടരും എന്ന് കരുതി ഒരാളെ കൊല്ലാൻ മാത്രം ക്രൂരിയൊന്നുമല്ല ഞങ്ങൾ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരെ സമാധാനിപ്പിച്ചിട്ട് അവർ ഇറങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരമായിട്ടും സുഭാഷ് വരാത്തതുകൊണ്ട് ഹരീഷ് ഒന്നുകൂടി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോകുന്നുണ്ട്. നികേഷിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് നിധി പറയുന്നുണ്ട്, അവന് ഒരുപാട് വിഷമമുണ്ട്, അവൻ ഒന്ന് കരയുക പോലും ചെയ്യുന്നില്ല, ഇനിയും ഏട്ടൻ വന്നില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാവുമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നികേഷിന് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്, ഞങ്ങളിവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, ഞങ്ങളുടെ ഉള്ളിൽ തീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.